ഹലോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു കുരുത്തോല. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെ 6 പേരുടെ ഇൻ്റർവ്യൂ എക്സ്പീരിയൻസ് ഓൾറെഡി കണ്ടു. ഇനി ബാക്കി 6 പേരുടെയും കൂടി നമുക്ക് കാണാം. ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങളിത് എല്ലാവർക്കായിട്ട് ഷെയർ ചെയ്യണം. നിങ്ങൾ ഈ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കാണുകയും വേണം. നിങ്ങൾ ഒറ്റ സ്ട്രെച്ചിലിരുന്ന് കണ്ടില്ലെങ്കിലും നിങ്ങൾ എപ്പോഴെങ്കിലും ഇത് കണ്ടു എന്ന് മേക്ക് ഷുവർ ചെയ്യുക. എന്നാലാണ് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഫുൾ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ബാക്കി 6 പേരുടെയും കൂടി വിശേഷങ്ങൾ കാണാം. ഹായ്, എൻ്റെ പേര് നിഷ. ഞാൻ ഇവിടെ അയർലൻഡിൽ ഒരു നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. എനിക്ക് ഇങ്ങോട്ടത്തേക്കുള്ള ഇൻ്റർവ്യൂ ലാസ്റ്റ് ഇയർ 2019 ഏപ്രിലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് എന്നോട് ഇങ്ങനെ ഇൻ്റർവ്യൂവിന് ചോദിച്ച ക്വസ്റ്റ്യനെ കുറിച്ചൊക്കെ ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് എനിക്ക് അങ്ങനെ ഓർമ്മ കിട്ടിയില്ല. ഞാൻ പറഞ്ഞു എനിക്കറിയാവുന്ന കാര്യങ്ങളായിരിക്കും ഞാൻ ഓർത്തെടുത്തിട്ട് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കറിയാവുന്ന എൻ്റെ ഓർമ്മയിലുള്ള 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. ബാക്കിയൊന്നും എനിക്ക് ഓർമ്മയില്ല. ഞാനൊരു കാർഡിയക് തിയേറ്റർ നേഴ്സാണ്. അപ്പോൾ കൊച്ചിയിൽ വെച്ചിട്ടായിരുന്നു ഇൻ്റർവ്യൂ. ഇവിടെ നിന്നുള്ള 2 ഡെലിഗേറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ ആയിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ബ്രീഫ് ഇൻട്രൊഡക്ഷനൊക്കെ അവർ തരുന്നുണ്ട് ഓൾറെഡി ഔട്ട്സൈഡിൽ. അപ്പോൾ ഇൻ്റർവ്യൂ റൂമിൽ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമ്മളെ അവർ ഒരുവിധം കംഫർട്ട് ക്കുന്നുണ്ട്. അപ്പോൾ പേടിക്കൊന്നും വേണ്ട. അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ നമുക്കൊരു അവരുടെ തരത്തിലുള്ള ഒരു ഓറിയൻറ്റേഷൻ ഹോസ്പിറ്റലിനെ കുറിച്ചാണെങ്കിൽ അവരാരൊക്കെയാണെന്നൊക്കെ അവർ നമ്മൾക്ക് പറഞ്ഞു തരും. അത് കഴിഞ്ഞിട്ട് എൻ്റെ CV അവരുടെ കൈവശം ഉണ്ടായിരുന്നു ഓൾറെഡി. അപ്പോൾ അവരത് റെഫർ ചെയ്യുന്നുണ്ടായിരുന്നു. റെഫർ ചെയ്തിട്ട് എനിക്ക് ആദ്യം കിട്ടുന്ന ക്വസ്റ്റ്യൻ നമ്മളെക്കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണൽ ഇൻട്രൊഡക്ഷനും എൻ്റെ ജോബിൻ്റെ ഇൻട്രൊഡക്ഷനും ഞാൻ ജോലി ചെയ്തിട്ടുള്ള ഹോസ്പിറ്റൽസ് അങ്ങനെയെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നെ തന്നെ. അത് കഴിഞ്ഞിട്ട് അവർ ചോദിക്കുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ എൻ്റെ CVയിൽ നിന്ന് തന്നെയാണ്. ഞാൻ കുറേ കോംപ്ലെക്സ് ആയിട്ടുള്ള കാർഡിയക് കേസസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നാണ് അവർ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്നോട് ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ CV ഒന്ന് നന്നായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ട് പോകുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നീട് എന്നോട് ചോദിച്ചത് ആസ് യൂഷ്വൽ തിയേറ്റർ നേഴ്സ് ആയതുകൊണ്ട് തന്നെ തിയേറ്ററിലെ മെയിൻ പോളിസീസായ അക്കൗണ്ട്സ്, പിന്നെ ഇൻഫെക്ഷൻ കൺട്രോൾ പോളിസി, പിന്നെ യൂണിവേഴ്സൽ പ്രോട്ടോകോൾസ് ഓഫ് ടൈം ഔട്ട്, അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെയാണ് എന്നോട് ചോദിച്ചത്. പിന്നെ ഞാനൊരു കാർഡിയക് സ്റ്റാഫ് ആയതുകൊണ്ടായിരിക്കാം എന്നോട് ഓൺ പമ്പ് ആൻഡ് ഓഫ് പമ്പ് കേസസിനെ കുറിച്ചൊക്കെ ചോദിച്ചു. എന്തൊക്കെ ഡിഫറൻസ് ആണ് ഒരു ഓൺ പമ്പ് ആൻഡ് ഓഫ് പമ്പ് കേസസിലുള്ളത്, പിന്നെ പെട്ടെന്നൊരു ഓഫ് പമ്പ് കേസ് ഓൺ പമ്പിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് ഒരു നേഴ്സ് എന്ന രീതിയിൽ നീ ചെയ്യുക എന്നായിരുന്നു. ഇതാണ് എൻ്റെ ഓർമ്മയിലുള്ള ഇത്രയും കാര്യങ്ങളാണ് എന്നോട് ചോദിച്ചത്. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റൽ ബേസ്ഡ്. കൗണ്ട്സ് മിസ്സായാൽ പേഷ്യൻ്റ് സപ്പോർട്ട്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മളൊന്ന് പ്രിപ്പയർ ആയിട്ട് പോവുക. ദാറ്റ്സ് ഇറ്റ്. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഹലോ, എൻ്റെ പേര് നിഷ സുബിൻ. ഞാൻ ഇവിടെ 1 year ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. ഇവിടെ വന്നിട്ട് 1 year ആയി അയർലൻഡിൽ വന്നിട്ട്. ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് 2018 ഒക്ടോബർ ലാസ്റ്റാണ്. കൊച്ചി വെച്ചായിരുന്നു ഇൻ്റർവ്യൂ. എൻ്റെ ICU ഇൻ്റർവ്യൂ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനിവിടെ പീഡിയാട്രിക് കാർഡിയാക് ICUവിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഇൻ്റർവ്യൂവിൽ എന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ എൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് ആദ്യം സംസാരിക്കാൻ പറഞ്ഞു. എക്സ്പീരിയൻസിനെ കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അത് റിലേറ്റഡ് ICUവിൽ യൂസ് ചെയ്യുന്ന മെഡിക്കേഷൻസ്, ICU എമർജൻസി, ഏതൊക്കെ ടൈപ്പ് പേഷ്യൻസ്, ഏതൊക്കെ ടൈപ്പ് വെൻറ്റിലേറ്റേഴ്സ് ആൻഡ് ICU മെഡിക്കേഷൻസ്, അതിനെക്കുറിച്ചൊക്കെ ഞാൻ സംസാരിക്കാൻ പറഞ്ഞു. അതൊക്കെ കുറേ സംസാരിച്ചു. മീൻസ് അത് റിലേറ്റഡ് അവർ നമ്മൾ എക്സ്പീരിയൻസ് സംസാരിക്കുമ്പോൾ ഓരോ റിലേറ്റഡ് അത് ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരുന്നു. പിന്നെ നമ്മുടെ മെഡിക്കേഷൻ പോളിസികൾ, പിന്നെ മെഡിക്കേഷൻ എറേഴ്സ് പോളിസി, അതിനെക്കുറിച്ച് സംസാരിച്ചു. പിന്നെയുള്ള ക്വസ്റ്റ്യൻസിനകത്തൊക്കെ പിന്നെ ICU എമർജൻസിയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. എമർജൻസി സിറ്റുവേഷനിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത്. ഇങ്ങനെ ഇതാണ് ശരിക്കും ഒരു 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഇതിനകത്ത് കുറേ എന്താ പറയുന്നത്, കുറേ എലാബറേറ്റായി പല പല കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കൂടുതലും എനിക്ക് ഇൻ്റർവ്യൂവിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ CVയിൽ എന്താണോ വെച്ചിരിക്കുന്നത് അതേക്കുറിച്ച് നമ്മൾ നല്ല ബോധമുള്ളവരായിരിക്കണം. കാരണം CV റിലേറ്റഡ് ആദ്യം അവർ CVയിലെല്ലാം നോക്കിയിട്ടാണ് CV റിലേറ്റഡ് ആണ് ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കുന്നത്. അതായത് നമ്മൾ CVയിൽ എന്തൊക്കെ വെച്ചിട്ടുണ്ടോ ആ ടൈപ്പ് ഓഫ് ആ പേഷ്യൻറ്റിനെ നോക്കിയിട്ടുണ്ടോ, അപ്പോൾ അത് എന്തൊക്കെയായിരുന്നു, എങ്ങനെയൊക്കെയായിരുന്നു, ഏത് കൈൻഡ് ഓഫ് വെൻറ്റിലേറ്റേഴ്സ് യൂസ് ചെയ്തിട്ടുള്ളത് നമ്മൾ CVയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നമ്മളോട് ചോദിക്കും.
പിന്നെ ഇനി അവർക്ക് അറിയാത്ത എന്തെങ്കിലും ഇത് ഇൻസ്ട്രുമെൻറ്റോ എന്തെങ്കിലും നമ്മൾ അതിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതേക്കുറിച്ച് എന്നോട് ചോദിച്ചായിരുന്നു. ടൈപ്പ് ഓഫ് ഗ്ലൂക്കോമീറ്റർ എന്തോ എന്നോട് ചോദിച്ചായിരുന്നു. ഒരു 2 years ബാക്ക് ആയതുകൊണ്ട് അത്ര പ്രോപ്പർലി ഞാൻ ഓർക്കുന്നില്ല. ബട്ട് സ്റ്റിൽ ഇതൊക്കെയാണ് എന്നോട് ചോദിച്ചത്. അപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ CV യിൽ എന്താണോ വെച്ചിരിക്കുന്നത് അതേക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം, നല്ല ബോധം ഉണ്ടായിരിക്കണം. പിന്നെ ബി കോൺഫിഡൻ്റായിട്ട് സംസാരിക്കുക. അതായത് നമുക്ക് എന്താണോ നമ്മുടെ എക്സ്പീരിയൻസ് അതാണ് അവർ ഉദ്ദേശിക്കുന്നത്, അറിയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസിൽ എന്താണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത് അതേക്കുറിച്ച് കോൺഫിഡൻ്റായിട്ട് സംസാരിക്കുക. പിന്നെ ഡോണ്ട് വറി അബൌട്ട് അവർ ഇംഗ്ലീഷ്. കാരണം അന്ന് അവിടെ വന്നപ്പോൾ എല്ലാവർക്കും ആ ഒരു പേടിയായിരുന്നു. ഇംഗ്ലീഷ് അവർ സംസാരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ട് കേൾക്കാൻ പറ്റുമോ, പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ, നമ്മൾ സംസാരിക്കുന്ന അവർക്ക് കേൾക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത്. അവർ നമ്മളെ കേൾക്കാൻ തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളൊരു നോൺ EU കൺട്രിയിൽ നിന്നുള്ളവരാണെന്ന് അവർക്ക് പൂർണ്ണ ബോധ്യമുള്ളത് അതായത് അവർ കൂടുതലൊന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. അപ്പം നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്നുള്ളത് കോൺഫിഡൻ്റ് ആയിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. എനിക്കതാണ് എൻ്റെ ഇൻ്റർവ്യൂവിന് തോന്നിയത്. പിന്നെ ഇവിടുത്തെ ഐറിഷ് പോളിസികളെ കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കുക. പിന്നെ നമ്മൾ എന്തുകൊണ്ട് ഈ ഹോസ്പിറ്റൽ ചൂസ് ചെയ്യുന്നു എന്നുള്ളത്, അതായത് നമ്മുടെ ഹോസ്പിറ്റലിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്യുക. അപ്പം എന്തുകൊണ്ട് നമ്മൾ ഈ ഹോസ്പിറ്റൽ ചൂസ് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് അവരെ ഓൾമോസ്റ്റ് എല്ലാവരോടും ചോദിച്ചതായിട്ടാണ് എൻ്റെ അറിവ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ICU ഇൻ്റർവ്യൂവിനകത്തുനിന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മുടെ കാര്യങ്ങൾ നമ്മൾ കോൺഫിഡൻ്റായിട്ട് സംസാരിക്കുക, നമ്മുടെ എക്സ്പീരിയൻസ് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ അവരെ കൂടുതൽ കാര്യങ്ങൾ അവരുടെ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷനും പിന്നെ എങ്ങനെയായിരിക്കും ഇപ്പം നമ്മൾ ഏത് വാർഡിലോട്ടാണോ നമ്മളെ അവരെടുക്കുന്നത് അപ്പോൾ അതേക്കുറിച്ചുള്ള കുറേ ബ്രീഫ് എക്സ്പ്ലനേഷനൊക്കെ അവർ ഇപ്പം ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തരുന്നുണ്ട്. മീൻസ് ഇപ്പോൾ ICUലോട്ടാണെങ്കിൽ ഞങ്ങളുടെ ICU ഇങ്ങനെയാണ്, അങ്ങനെ അവർ അന്ന് എന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിതൊക്കെയാണ് തോന്നിയത്. ബി കോൺഫിഡൻ്റായിട്ട് സംസാരിക്കുക, നമ്മുടെ CV-യിലുള്ളതിനെക്കുറിച്ച് നമുക്ക് നല്ലതായിട്ട് ബോധം ഉണ്ടാവുക, നമ്മുടെ എക്സ്പീരിയൻസ് കറക്റ്റായിട്ട് പറയുക. പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് ഇപ്പം നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല, നമുക്ക് പെട്ടെന്ന് ആ വെപ്രാളത്തിൽ മറന്നുപോയി, അല്ലെങ്കിൽ നമുക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് അതേക്കുറിച്ച് ഇപ്പം അറിയത്തില്ല, അല്ലെങ്കിൽ എനിക്ക് ഓർമ്മ വരുന്നില്ല, ഞാനത് റെഫർ ചെയ്തിട്ട് ഞാൻ സംസാരിക്കാമെന്നോ പറയാമെന്നോ എന്ത് വേണേലും പറഞ്ഞാൽ മതി. അവരത് പിന്നീട് ചോദിക്കാനൊന്നും പോകുന്നില്ല. എനിക്ക് അങ്ങനെ ഒരെണ്ണം പറ്റിയായിരുന്നു. എന്തോ ഒരു മെഡിസിനോ എന്തോ ഒരു ഇൻഫ്യൂഷനെ കുറിച്ച് അങ്ങനെ ചോദിച്ചപ്പോൾ അതിൻ്റെ ഇൻഡിക്കേഷനോ അതേക്കുറിച്ച് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ അത് ഞാൻ റെഫർ ചെയ്യാമെന്ന് സംസാരിച്ചാൽ മതി. നമുക്ക് അറിയത്തില്ലെങ്കിൽ തെറ്റ് പറഞ്ഞ് ഇതാക്കണ്ട. അറിയത്തില്ലെങ്കിൽ അറിയില്ല, ഞാനത് റെഫർ ചെയ്ത് സംസാരിക്കാം എന്നുള്ളതിനെ പറഞ്ഞാൽ മതി. ഇതൊക്കെയാണ് എനിക്ക് തോന്നിയത്. നമ്മൾ കൂടുതൽ പാനിക്കൊന്നും ആവണ്ട. നമ്മൾ സാധാരണ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന പോലെ അറ്റൻഡ് ചെയ്താൽ മതി. അപ്പോൾ ബി കോൺഫിഡൻ്റായിട്ട് സംസാരിക്കുക. അപ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നമുക്കിവിടെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണാമെന്ന് വിചാരിക്കുന്നു. ഹലോ ഗൈസ്, ഞാൻ സ്വാതി. ഇവിടെ ഡബ്ലിനിൽ സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റൽസ് ICU സ്റ്റാഫ് നഴ്സാണ്. അയർലൻഡിൽ വന്നിട്ടിപ്പം 1 വർഷമാകാൻ പോകുന്നു. അനുചേച്ചി ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നുണ്ടെന്ന് കേട്ടപ്പം എനിക്ക് തോന്നി എന്നാൽ കഴിയുന്നത് എനിക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞേക്കാമെന്ന്. കാരണം പ്രോസസ്സിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പം എല്ലാവർക്കും ഉണ്ടാകുന്ന സംശയങ്ങൾ പലതാണ്. അതിൽ ഏറ്റവും വലിയൊരു സംശയമാണ് നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പം ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾക്ക് ഫേസ് ചെയ്യാൻ പോകുന്നതെന്ന്. സോ ഓരോരുത്തർക്കും നമ്മളിപ്പോൾ മറ്റുള്ളവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഇൻഡിവിജ്വലായിട്ട് കിട്ടുന്ന റെസ്പോൺസസ് എന്ന് പറയുന്നത് ഓരോരുത്തർക്കും പല പല രീതിയിലായിരിക്കും കിട്ടുന്നത്. ഞാൻ അയർലൻഡിലേക്ക് 2 ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം ഡബ്ലിനിൽ തന്നെയുള്ള താല യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലേക്കും രണ്ടാമത്തെ സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റലിലേക്കുള്ള ഇൻ്റർവ്യൂ ആയിരുന്നു. താല ഹോസ്പിറ്റൽ ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയില്ല, കാരണം അവിടെ വേക്കൻസീസ് അപ്പോഴേക്കും കുറവായിരുന്നു. സോ അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു, പിന്നീട് വേക്കൻസി ഉള്ളപ്പോൾ അറിയിക്കാമെന്നായിരുന്നു പറഞ്ഞത്. രണ്ടാമത് അറ്റൻഡ് ചെയ്തത് സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റലിലേക്ക്. സോ 2 ഹോസ്പിറ്റലിലെയും ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തതൊരു അനുഭവത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻ്റർവ്യൂസ് എപ്പോഴും ഡിപ്പാർട്ട്മെൻറ്റ് സ്പെസിഫിക് ആയിരിക്കും. അതായത് ഫോർ എക്സാമ്പിൾ എനിക്ക് നാട്ടിൽ കാർഡിയാക് ICU എക്സ്പീരിയൻസ് ആണ്. സോ എനിക്ക് 2 ഇൻ്റർവ്യൂസിലും എനിക്ക് കിട്ടിയ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി റിലേറ്റഡ് ടു കാർഡിയോളജിയാണ്. സോ നമുക്ക് എന്ത് തരം പേഷ്യൻസ് ആണ് കിട്ടുക, എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കിട്ടിയത് ഷെയർ ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയാണെന്ന് വെച്ചാൽ എനിക്ക് മൊത്തം ഓർമ്മയില്ല ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചതെന്ന്. ബട്ട് സ്റ്റിൽ എൻ്റെ ഓർമ്മയിൽ വരാവുന്ന ചില ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ICU ആയതുകൊണ്ട് ICU കേന്ദ്രീകരിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ചോദിച്ചായിരുന്നു. സോ കാർഡിയാക് ICU ആയതുകൊണ്ട് തന്നെ അവരെന്നോട് MIയുടെ ക്ലാസിഫിക്കേഷൻസ്, ആൻറ്റീരിയർ വാൾ MI, ലാറ്ററൽ വാൾ MI, ഇൻഫീരിയർ വാൾ MI, പോസ്റ്റീരിയർ വാൾ MI, സോ അതിൻ്റെ ECGയിൽ വരുന്ന ചേഞ്ചസ്,
പിന്നെ കംപ്ലീറ്റ് ഹാർട്ട് ബ്ലോക്ക്, അതിൻ്റെ ടൈപ്സ് ഇപ്പോൾ ഉണ്ടാവുമല്ലോ, ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി, തേർഡ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രിയിൽ അഗെയിൻ മോബിറ്റ്സ് ടൈപ്പ് 1, മോബിറ്റ്സ് ടൈപ്പ് 2, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്. പിന്നീട് ചോദിച്ചതെന്ന് പറഞ്ഞാൽ സെപ്സിസ് ഇവിടെ ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ആണ്. സെപ്സിസ് എന്ന് പറയുന്നത് ഒരു അപ്കമിങ് ട്രെൻഡാണ്. ട്രെൻഡ് എന്ന് വെച്ചാൽ എന്താ പറയുന്നത്, കൂടുതൽ പേഷ്യൻസ് ICU സ്റ്റേ ഉള്ള പേഷ്യൻസിലെല്ലാം കൂടുതലായിട്ട് കണ്ടുവരുന്നൊരു അസുഖമാണ് സെപ്സിസ് എന്ന് പറയുന്നത്. സോ സെപ്സിസിൻ്റെ ക്ലാസിഫിക്കേഷൻ, ഓൺ വാട്ട് ബേസിസ് വി ആർ ഗോയിങ് ടു ക്ലാസിഫൈ സെപ്സിസ്, വാട്ട് ആർ ദ സൈൻസ് ആൻഡ് സിംറ്റംസ്, പിന്നെ കുറേ നമ്മൾ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്, ഹൗ ടു ഡയഗ്നോസ് എ പേഷ്യൻറ്റ് ഹു ഈസ് ഇൻ സെപ്സിസ്, അതിൻ്റെ ഓൺ വാട്ട് ബേസിസ്, അതിൻ്റെ മാനേജ്മെൻറ്റ് എങ്ങനെയാണ്. സോ അതായിരുന്നു വേറൊരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ. പിന്നെ വരുന്നത് കംപ്ലീറ്റ് ഹാർട്ട് ബ്ലോക്കിൻ്റെ മാനേജ്മെൻറ്റ് അവരോട് ചോദിച്ചായിരുന്നു. കംപ്ലീറ്റ് ഹാർട്ട് ബ്ലോക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ പേസിങ് ചെയ്യാറുണ്ടല്ലോ, പേഷ്യൻസിൻ്റെ ബെഡ് സൈഡിൽ തന്നെ ടെമ്പററി പേസ് മേക്കർ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ഓൺ എ ലോങ് ടേം ബേസിസ് വിത്ത് പേഷ്യൻറ്റിന് കംപ്ലീറ്റ് ഹാർട്ട് ബ്ലോക്ക് എന്ന് പറയുന്നത് ഏതെങ്കിലും ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ആണെങ്കിൽ, ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഒരു പേഷ്യൻറ്റ് ഹു ഈസ് ഓൺ ഡിഗോക്സിൻ തെറാപ്പി, അങ്ങനെയുള്ള പേഷ്യൻസിനൊക്കെ ചിലപ്പം ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ഹാർട്ട് ബ്ലോക്ക് വരാറുണ്ട്. സോ അങ്ങനെയുള്ള പേഷ്യൻസിന് ഈ ഡിഗോക്സിൻ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ സിംറ്റോമാറ്റിക് ആയിട്ടുള്ള കംപ്ലീറ്റ് ഹാർട്ട് ബ്ലോക്ക് അല്ലെങ്കിൽ ബ്രെഡികാർഡിയ റിസോൾവ് ആകാറുണ്ട്. സോ അങ്ങനെയുള്ള പേഷ്യൻസിന് താൽക്കാലം മാനേജ്മെൻറ്റ്, ഷോർട്ട് ടേം മാനേജ്മെൻ്റ് ആയിട്ട് അവർ എന്താ പറയുക, ടെമ്പററി പേസ് മേക്കർ ഉപയോഗിക്കും. അല്ലാത്ത പേഷ്യൻസിന് ഫോർ ദോസ് ഹു റിക്വയർ എ ലോങ് ടേം തെറാപ്പി ലൈക്ക് എ പെർമനൻറ്റ് പേസ് മേക്കർ ഇംപ്ലാന്റേഷൻ, സോ അതിൻ്റെ മാനേജ്മെൻറ്റ്. പിന്നെ ടെമ്പററി പേസ് മേക്കർ ആണെങ്കിൽ ടെമ്പററി പേസിങ് ബോക്സ് ഉണ്ടല്ലോ, സോ ബോക്സിൻ്റെ സെറ്റിങ്സ് അവർ ചോദിക്കും, റേറ്റും ഔട്ട്പുട്ടും സെൻസിറ്റിവിറ്റി, ഇതൊക്കെയായിരുന്നു എന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ. ഫ്യൂ ക്വസ്റ്റ്യൻസ് ദാറ്റ് വുഡ് ബി ഡിപ്പാർട്ട്മെൻറ്റ് സ്പെസിഫിക്. ഇപ്പം അതേപോലെ ഇപ്പം എൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞത് കാർഡിയാക് ICU ആണെങ്കിൽ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ഡിപ്പാർട്ട്മെൻറ്റിനെ ബേസ് ചെയ്തുകൊണ്ട്, അതായത് നമ്മൾ എന്താണോ നമ്മുടെ CV-യിൽ കൊടുത്തേക്കുന്നത്, ഓൺ വാട്ട്, ഇപ്പം നമ്മൾ CV-യിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവാം വി ആർ കേപ്പബിൾ ഓഫ് മാനേജിങ് സോ ആൻഡ് സോ പേഷ്യൻസ് ലൈക്ക് ദ പേഷ്യൻറ്റ് വിത്ത് ദ കണ്ടീഷൻ സോ ആൻഡ് സോ. ഇപ്പം CTVSലുള്ള ആളുകളാണ് കൊടുക്കുന്നതെങ്കിൽ ഇൻ ദിയർ CV ഒബ്വിയസ്ലി നിങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ടാവുക CABG, MVR റീപ്ലേസ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ. സോ ബേസ്ഡ് ഓൺ ദ ഡിസീസസ് ഓർ ബേസ്ഡ് ഓൺ വാട്ട് യു ആർ ഗോയിങ് ടു എക്സിബിറ്റ് യുവർ സെൽഫ് ഇൻ യുവർ CV, അതായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ഒരു 80%. അപ്പാർട്ട് ഫ്രം ദി ക്വസ്റ്റ്യൻസ്, അതായത് നമുക്ക് ഒത്തിരി നമ്മുടെ നഴ്സിംഗ് കംപ്ലീറ്റ്ലി ഒന്നും ഒരു തിയറി ചോദിക്കത്തില്ല, ബട്ട് വി ഷുഡ് ഹാവ് എ ബേസിക് നോളജ് റിഗാർഡിങ് ഡ്രഗ് കാൽക്കുലേഷൻ, ഡ്രഗ് ഡോസേജസ്. പിന്നെ ചിലപ്പം എന്തെങ്കിലും ചെറിയ കാൽക്കുലേഷൻസ് ഒക്കെ തരാം ഇഫ് യു ഗോയിങ് ഫോർ എ ഡയറക്റ്റ് ഇൻ്റർവ്യൂ. ഞാൻ പല ഫ്രണ്ട്സിൽ നിന്നും മനസ്സിലാക്കിയതാണ്. ഞാൻ അറ്റൻഡ് ചെയ്ത സ്കൈപ്പ് ഇൻ്റർവ്യൂ ആണ്. സോ ചില ആളുകൾ ഡയറക്റ്റ് ഇൻ്റർവ്യൂവിന് പോകുമ്പം സോ ദേ വിൽ ബി ഗിവിങ് യു എ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്. അത് മിക്കവാറും most of the questions would be related on to calculate the dosage of the medicines, അല്ലെങ്കിൽ ഡ്രോപ്പ് ഫാക്ടർ, ഡ്രോപ്സ്, നമ്പർ ഓഫ് ഡ്രോപ്സ് പെർ മിനിറ്റ്, അല്ലെങ്കിൽ ഡോസേജസ്, അങ്ങനെയുള്ള കാൽക്കുലേഷൻസ് ചെയ്യാനായിരിക്കും. സോ നിങ്ങൾക്ക് എന്താണോ, സോ അങ്ങനെയുള്ള കുറച്ച് ബേസിക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവണം, അറിഞ്ഞിരിക്കണം. പിന്നെ സെക്കൻഡ് വൺ, നിങ്ങൾ CV-യിൽ കൊടുത്തിരിക്കുന്ന എന്തൊക്കെയാണോ കംപ്ലീറ്റ് നിങ്ങൾക്ക് അതിൽ നിങ്ങളതിനെപ്പറ്റി അവെയർ ആയിരിക്കണം. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേസിക് നഴ്സിംഗിൽ വരുന്ന ACLS, BLS നമുക്ക് എമർജൻസി സിറ്റുവേഷനിൽ വരുമ്പം മാനേജ് ചെയ്യാൻ നമ്മൾ കേപ്പബിൾ ആണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം, അവർക്കത് പ്രൂവ് ചെയ്യണം. പിന്നെ നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വേറെ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് അപ്പാർട്ട് ഫ്രം ദ തിയറി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്, ദേ വിൽ ബി ആസ്കിങ് എ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു സിറ്റുവേഷൻ. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ദേ വിൽ ബി ഗിവിങ് എ സെനാരിയോ, നിങ്ങൾക്കൊരു സെനാരിയോ, ഒരു പെർട്ടിക്കുലർ ഇവൻറ്റ് തരികയാണ്. ആ ഇവൻറ്റ് വുഡ് ബി ലൈക്ക് സേ ഫോർ എക്സാമ്പിൾ എ പേഷ്യൻറ്റ് യു ആർ ടേക്കിംഗ് കെയർ ഇൻ ദ യൂണിറ്റ് who suddenly you found collapsed in the floor, who was about to go to the bathroom and got slipped or something happened and he fell down on the floor. So what will be your priority or what is the immediate action that you're going to do? അതായിരിക്കും ഒരു ക്വസ്റ്റ്യൻ എന്ന് വിചാരിക്കുക. സോ വാട്ട് ആസ് എ നേഴ്സ് നിങ്ങളുടെ ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ക്രിട്ടിക്കൽ തിങ്കിങ് എബിലിറ്റിയാണ് അവിടെ അസസ് ചെയ്യുന്നത്. They'll give you some options. First one is to inform your nurse manager. To raise the incident report is the second option. Third one is first take care of the patient, make him safe and secure, then inform to your higher authorities like hierarchy wise. സോ ഏതായിരിക്കും നിങ്ങൾ സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ ചിലപ്പോൾ ഓപ്ഷൻസ് തരത്തില്ല, സിറ്റുവേഷൻസ് മാത്രം തന്നിട്ട് ലൈക്ക് വാട്ട് ബീങ് എ നഴ്സ് ഹു ഈസ് ടേക്കിംഗ് കെയർ ഓഫ് യുവർ പേഷ്യൻറ്റ്, വാട്ട് വിൽ ബി യുവർ ഇമ്മീഡിയറ്റ് ഇൻ്റർവെൻഷൻ ദാറ്റ് യു ഗോയിങ് ടു ഡു എന്ന് പറയുമ്പോൾ ആ ആൻസർ എന്ന് പറയുന്നത് ഷുഡ് ബി എ ക്ലസ്റ്റർ ഓഫ് ഇൻക്ലൂഡിങ് ദ പേഷ്യൻറ്റ് സേഫ്റ്റി വിത്ത് യുവർ ഓൺ സേഫ്റ്റി. ഓക്കെ, ഇപ്പോൾ സ്ലിപ്പറി ആണെങ്കിൽ യു ഷുഡ് ഓൾവേസ് എൻഷുർ ദാറ്റ് യു ഷുഡ് നോട്ട് സ്ലിപ്പ് ആൻഡ് ഫോൾ ഡൗൺ.
to take care of the patient. So the answer which you're going to give is say taking care of your patient, taking care of yourself, taking care of the environment, at the same time making the patient, stabilizing the patient, ensure that he or she is safe enough, then inform to your higher line, like it could be a manager or it could be a clinical nurse manager, whoever it is who is in charge in that particular shift. So അത് ഒരു question. Second one എന്ന് പറയുന്നത് like in an emergency situation, suddenly a patient collapsed, patient's heart rate was so and so, so you were the senior nurse in the particular unit, and what is your intervention going to happen? So അവിടെ വരുന്നത് basic നമ്മുടെ ACLS BLS protocol, how we are going to implement that, അതാണ് ഉദ്ദേശിക്കുന്നത്. So as a team, being one among the team member or being a team leader, what are you going to do? അതായിരിക്കും another question that you will be getting, like അത് കിട്ടണം എന്നില്ല, but one example of a question that I got in my examination. പിന്നെ like അതേപോലെ some situational questions that you should be knowing, നിങ്ങളുടെ thinking ability, നിങ്ങളുടെ critical thinking, നിങ്ങളുടെ judgment, അതൊക്കെയാണ് അവർ അസസ് ചെയ്യുക. So when you get some questions in the interview, if you are not understanding what they are asking for, ചില സമയത്ത് നമ്മളെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾക്കാർ ഇവിടുത്തെ അതായത് ഐറിഷ് ആക്സെൻ്റ് ഉള്ളവരാണെങ്കിൽ, സോ സംടൈംസ് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ഗെറ്റ് ദെയർ ആക്സെൻറ്റ്. ചില സമയത്ത് വി മൈറ്റ് നോട്ട് ബി അണ്ടർസ്റ്റാൻഡിങ് വാട്ട് എക്സാക്ട്ലി ദെയർ മീനിങ് ആക്ച്വലി. സോ അങ്ങനെയുള്ള സമയങ്ങളിൽ ഇഫ് യു ആർ നോട്ട് അണ്ടർസ്റ്റാൻഡിങ് ദ ക്വസ്റ്റ്യൻ പ്രോപ്പർലി, ഒരു വിവിഡായിട്ടുള്ളൊരു അയ്യോ ഞാൻ മനസ്സിലാക്കിയില്ല എന്ന് പറയുമ്പം അവരെന്ത് വിചാരിക്കുമെന്ന് കരുതിയിട്ട് ഡോണ്ട് ട്രൈ ടു കം അപ്പ് ടു എ കൺക്ലൂഷൻ വിച്ച് എ ക്വസ്റ്റ്യൻ യു ഡിഡ്ന്റ് അണ്ടർസ്റ്റുഡ് ആക്ച്വലി. If you didn't get the answer or question which they have asked you, you can ask to them directly that sorry or pardon, I couldn't get the complete question that you have asked, could you please repeat it if you don't mind എന്ന് ചോദിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അൺലെസ് എന്താ പറയുക, നിങ്ങളൊരു റോങ് ആയിട്ടുള്ളൊരു കൺക്ലൂഷനിൽ എത്തുന്നതിനേക്കാളും ദാൻ ഗിവിങ് എ ബ്ലണ്ടർ ആൻസർ നിങ്ങൾ പറയാം. കാരണം ഈവൻ ദേ നോ ദാറ്റ് നമ്മൾ ഇന്ത്യൻസിന് ചെറിയ അതായത് യൂറോപ്യൻ ആക്സെൻറ്റ് ക്യാച്ച് ചെയ്യാനുള്ളൊരു ചെറിയ ഡിഫിക്കൽട്ടി ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാകും. So even if you ask them multiple times, they would be patient enough to give you a clear question to you. Okay. പിന്നെ ഇൻ്റർവ്യൂവിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഓൾവേസ് ട്രൈ ടു മെയിൻറ്റെയിൻ ദ ഐ ടു ഐ കോൺടാക്ട് വിത്ത് ദി ഇൻ്റർവ്യൂസ്. എല്ലാം സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്, ബട്ട് ഐ ജസ്റ്റ് വാണ്ടഡ് ടു ലെറ്റ് യു നോ. കാരണം ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും ഹാവ് എ സ്മോൾ സ്മൈൽ ഇൻ യുവർ ഫേസ്, ലുക്ക് അറ്റ് ദിയർ eyes, use your body language, nod your head or just show some gestures in order that you're following them. പിന്നെ എന്താ പറയുക, always have a confident face. Okay, even if you don't know a particular answer, there is nothing wrong because we are all നമ്മൾ പെർഫെക്റ്റ് അല്ല. അതുകൊണ്ട് if you are getting a question that you doesn't know, you can directly tell them that sorry എനിക്കറിയില്ല അതിൻ്റെ ആൻസർ, I'll try to find out the answer എന്ന് പറയാം. That is a better way of giving a answer than showing some gestures. എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞ് മുഖം ചുളിക്കുന്നതിനേക്കാളും എനിക്കറിയില്ല എന്ന് പറയുക. So that's a better manner that they expect during an interview session. പിന്നെ എന്താ പറയുക, ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എനിക്ക് കിട്ടിയ ഇൻ്റർവ്യൂസിൽ നിന്ന് കിട്ടിയൊരു എക്സ്പീരിയൻസ് ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. സോ എനിക്ക് എല്ലാ ക്വസ്റ്റ്യനും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് തിയറി പറഞ്ഞു പോണത് പോലെ ആയിപ്പോവും. സോ ടു ബി വോട്ട് ടു ടെൽ, ഷോർട്ട് ആൻഡ് സിമ്പിൾ, നിങ്ങളുടെ സി വിയിൽ കൊടുത്തിരിക്കുന്ന എല്ലാ ഡിസീസ് കണ്ടീഷനെ പറ്റിയും നിങ്ങൾ അവെയർ ആയിട്ടിരിക്കുക. പിന്നെ ബാക്കിയുള്ള ജസ്റ്റ് ജനറൽ ആയിട്ടുള്ള ബീയിങ് എ നഴ്സ് എന്തൊക്കെ അറിഞ്ഞിരിക്കണം എന്നുള്ളതിനെ പറ്റിയും കുറച്ച് സിറ്റുവേഷണൽ ക്വസ്റ്റ്യൻസ് നോക്കി വെക്കുക. ഓക്കെ, ഗുഡ് ലക്ക് ഗൈസ്. ഹായ് എവ്രിബഡി, എൻ്റെ പേര് ആൻ. ഞാനിവിടെ അയർലൻഡിൽ സ്റ്റാഫ് നഴ്സായിട്ട് ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു. ഞാൻ ആദ്യം അയർലൻഡിലോട്ടുള്ള രജിസ്ട്രേഷൻ ചെയ്തപ്പോൾ, അത് കഴിഞ്ഞ് ഞാൻ ജോലിക്ക് ട്രൈ ചെയ്തപ്പോൾ ഞാനൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഈ ഹോസ്പിറ്റലിൽ ചേരാൻ. അപ്പോൾ എന്നോട് എന്തൊക്കെ ക്വസ്റ്റ്യൻസാണ് അവർ ചോദിച്ചത് എന്ന് ആണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പം എനിക്ക് സ്കൈപ്പ് ഇൻ്റർവ്യൂ ആയിരുന്നു അറ്റൻഡ് ചെയ്യേണ്ട വന്നത്. അപ്പോൾ എനിക്കാണെങ്കിൽ 2 പേരായിരുന്നു ഇൻ്റർവ്യൂ ചെയ്യാനുണ്ടായിരുന്നത്. നമ്മുടെ നാട്ടിൽ ഇൻചാർജസ് അല്ലെ സൂപ്പർവൈസേഴ്സ് അല്ലെ സൂപ്രണ്ടൻറ്റ് എന്ന് പറയുമ്പം ഇവിടെ ക്ലിനിക്കൽ നേഴ്സ് മാനേജേഴ്സ് എന്നാണ് പറയാറ്, CNMs. എനിക്ക് 2 പേരാണ് അവർ എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പം ആദ്യം തന്നെ അവർ ഭയങ്കര വെൽക്കമിങ് ആയിരുന്നു, ഭയങ്കര കംഫർട്ടബിളായിട്ട്, ഭയങ്കര നമ്മൾക്കൊരു ഈസി ഗോയിങ് ആയിട്ടാണ് അവരെല്ലാ ക്വസ്റ്റ്യൻസും ചോദിക്കുന്നത്. നമ്മളെ ടെൻഷൻ അടിപ്പിക്കാതെ ഭയങ്കര
കംഫർട്ടബിളായിട്ടാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാറ്. അപ്പം എന്നോട് ചോദിച്ച ചില ക്വസ്റ്റ്യൻസാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ആദ്യം തന്നെ ഹായ് ആൻഡ് ഹൗ ആർ യു, എന്തൊക്കെയുണ്ട് എന്നാണ് ചോദിച്ചത്. അപ്പം ഐ എം ഗുഡ്, ഐ എം ഡൂയിങ് വെൽ, ഹൗ ആർ യു എന്ന് ഞാൻ തിരിച്ചു ചോദിച്ചു. പിന്നെ എന്നോട് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചത് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്നായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഹോസ്പിറ്റലിൽ ഞാൻ പഠിച്ചത് എവിടെയാണ്, ഞാൻ ഏത് ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്തത്, എത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ട്, ഏത് ഫീൽഡിലാണ് ഞാൻ വർക്ക് ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് എന്നോട് ചോദിച്ചത് ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കാൻ തുടങ്ങി. ആദ്യം തന്നെ എന്നോട് ചോദിച്ചത് ഗിവ് മീ ആൻ എക്സാമ്പിൾ ഓഫ് എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ് വിച്ച് ഇസ് ഫോളോഡ് ഇൻ യുവർ ഹോസ്പിറ്റൽ എന്നായിരുന്നു. അപ്പം നമ്മൾ പെട്ടെന്ന് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം നമ്മൾ പെട്ടെന്ന് ടെൻഷനാവും. നമ്മൾ സാധാരണ റിസർച്ചിലൊക്കെയാണല്ലോ എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ് എന്നൊക്കെ കേട്ടിട്ടുള്ളത്. എനിക്ക് ഒരു പെട്ടെന്നൊരു ഷോക്കിംഗ് ആയിരുന്നു. എന്നാലും അവരുദ്ദേശിക്കുന്ന ആൻസർ പുതിയതായിട്ട് നമ്മൾ എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ് ആയിട്ടുള്ള നമ്മൾ ഹോസ്പിറ്റലിൽ എന്തൊക്കെ ചെയ്യുന്നത്, ഫോർ എക്സാമ്പിൾ ലൈക്ക് ഇൻഫെക്ഷൻ കൺട്രോൾ പ്രാക്ടീസസ്, അതായത് ഒരു പേഷ്യൻ്റ് പുറത്തുനിന്ന് വരുമ്പം ഹോസ്പിറ്റലൊക്കെ ഇൻഫെക്ഷൻ ലഭിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ഇൻഫെക്ഷൻ കൺട്രോളാണ് നമ്മൾ ചെയ്യാറ്. ഫോർ എക്സാമ്പിൾ PPEs, ഗൗൺസ്, ഗ്ലൗസ്, ഹാൻഡ് ഹൈജീൻ എന്നിവ ഫോളോ ചെയ്യാറുണ്ട്. അപ്പം അതൊരു എക്സാമ്പിളാണ്. അതാണ് അവരുദ്ദേശിക്കുന്ന ആൻസർ. രണ്ടാമത് എന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സെപ്സിസ് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും ഒരു പേഷ്യൻറ്റിൽ, അതാണ് ചോദിച്ചത്. അപ്പം നമുക്കറിയാം ഹൈപ്പോതെർമിയ, ടാക്കിക്കാർഡിയ, ഹൈപ്പോടെൻഷൻ എന്നൊക്കെയാണ് അതിൻ്റെ ആൻസേഴ്സ്. അപ്പം അതാണ് അവർ ചോദിച്ച ക്വസ്റ്റ്യൻ എന്നോട്. പിന്നെ എന്നോട് ചോദിച്ചത് സെപ്സിസ് ഉള്ള പേഷ്യൻറ്റിന് നമ്മൾ എന്താണ് ആദ്യം ചെയ്യാറ്. അപ്പം ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇഞ്ചെക്ഷൻസ് കൊടുക്കും, പാരസെറ്റമോൾ ഇഞ്ചെക്ഷൻസ്, കോൾഡ് സ്പഞ്ച് കൊടുക്കും. പിന്നെ കംഫർട്ടബിളായിട്ടുള്ള എൻവയോൺമെൻറ്റ്, ഹോട്ടല്ലാത്ത എൻവയോൺമെൻറ്റ് കൊടുക്കും. പിന്നെ നമ്മൾ സെപ്സിസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ കൾച്ചേഴ്സ്, അതായത് യൂറിൻ കൾച്ചർ, സ്പൂട്ടം കൾച്ചർ, ബ്ലഡ് കൾച്ചറൊക്കെ സെൻഡ് ചെയ്ത് നമുക്ക് അതിൻ്റെ റിസൾട്ട് അനുസരിച്ച് നമ്മൾ ആൻറ്റിബയോട്ടിക്സ് പേഷ്യൻസിന് സ്റ്റാർട്ട് ചെയ്യും. അതാണ് അവരുദ്ദേശിക്കുന്ന ആൻസർ. പിന്നെ എന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻ അതായത് ഇൻഫെക്ഷൻ ഉള്ളൊരു പേഷ്യൻറ്റിനെ നമ്മൾ ഐസൊലേറ്റ് ചെയ്തേക്കുകയാണ്. അപ്പം എന്തൊക്കെയാണ് ഒരു ഡോക്ടർ വന്ന് റൂമിൽ കയറാൻ നോക്കുകയാണ് വിത്തൗട്ട് വെയറിങ് എനി PPEs. അപ്പം നമ്മൾ എങ്ങനെയാണ് നീ റിയാക്ട് ചെയ്യുക. അപ്പം ഞാൻ പറഞ്ഞു I reassure him to wear the PPE and gown, gloves or mask so that it doesn't infect him and nor the patient, or he doesn't infect any other patients എന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഡോക്ടർ കേൾക്കുന്നില്ല. അപ്പം ഗ്ലൗസോ മാസ്കോ ഇടാൻ കേൾക്കുന്നില്ല, പറഞ്ഞിട്ട് കേൾക്കുന്നില്ല അപ്പം പിന്നെ എന്താ ചെയ്യുക എന്ന് ചോദിച്ചപ്പം ഞാൻ പറഞ്ഞു പിന്നെയും ഞാൻ റീഅഷ്യൂർ ചെയ്യും, ഞാൻ ഡോക്ടറിനോട് സ്റ്റേണായിട്ട് വാൺ ചെയ്യും എന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ടും കേൾക്കുന്നില്ല, എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പം I will escalate to my ഇൻചാർജ് നഴ്സ് എന്ന് പറഞ്ഞു. അതായിരുന്നു അവർക്ക് വേണ്ട ആൻസർ. പിന്നെ എന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻ ICUയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ആർട്ട് ലൈനൊക്കെ മാനേജ് ചെയ്തിട്ടുണ്ടോ, ആർട്ട് ലൈൻ ഡാമ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യും, അപ്പം ആർട്ട് ലൈനിൻ്റെ BP റീഡിങ് ലോ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നൊക്കെയായിരുന്നു. അപ്പം മാനുവൽ BP വേവ്സ് കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ നോർമൽ സലൈനാണല്ലോ കണക്ട് ചെയ്തേക്കുന്നത്, അത് നന്നായിട്ട് ഫ്ലോ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും ആർട്ട് ലൈനിൽ. അപ്പം അത് ക്ലാമ്പ് ചെയ്തിട്ടുണ്ടോ, അത് ക്ലാമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്ത് വിടുക, അല്ലെങ്കിൽ ആർട്ട് ലൈൻ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ മാനുവലായിട്ട് BP നോക്കുക, ചെക്ക് ചെയ്യുക, എന്തൊക്കെയാണ് ആൻസേഴ്സ്. അപ്പം BP എന്നിട്ടും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കൂടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഫ്ലൂയിഡ്സ് കൊടുക്കും, BP ഇൻക്രീസ് ചെയ്യാനുള്ള മെഡിക്കേഷൻസ്, അതായത് നോറഡ്രിനാലിൻ, അഡ്രിനാലിൻ ഡോക്ടറിനോട് കൺസൾട്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ നമ്മൾ
എന്നിട്ടും കുറഞ്ഞു പോവുകയാണ്, എന്ത് ചെയ്യും? അപ്പം പേഷ്യൻ്റ് അറസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഹാർട്ട് റേറ്റും കുറവാണെങ്കിൽ പേഷ്യൻ്റ് അറസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അറസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഉടനെ പാനിക് അലാം അടിച്ച് CPR സ്റ്റാർട്ട് ചെയ്യും എന്നാണ് ഞാൻ പറഞ്ഞത്. അതായിരുന്നു അവർക്ക് വേണ്ട ആൻസർ. പിന്നെ ICUയിൽ വർക്ക് ചെയ്തുകൊണ്ട് പ്രോണിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ചെയ്തിട്ടുണ്ട്. എത്ര പ്രാവശ്യം ചെയ്തിട്ടുണ്ട്? പ്രോട്ടോക്കോൾസൊക്കെ അറിയാമോ? അവിടെ ചെയ്യുന്ന പ്രോട്ടോക്കോൾ എന്താണ് ഇന്ത്യയിൽ എന്നൊക്കെ ചോദിച്ചു. ഇത്രയും ക്വസ്റ്റ്യൻസാണ് എന്നോട് ചോദിച്ചത്. അപ്പം നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പം ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട്, ഈസിയായി, ടെൻഷനൊന്നും ഇല്ലാതെ, സ്മൈലിംഗ് ആയി നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യുക. പേടിക്കാനൊന്നുമില്ല. കംഫർട്ടബിളായിട്ട് അറ്റൻഡ് ചെയ്യുക. അറിയത്തില്ലാത്ത ക്വസ്റ്റ്യന് അറിയില്ല എന്ന് പറയുക. അവർക്കൊന്നും കുഴപ്പമില്ല, ഐ വിൽ ലേൺ മോർ അബൌട്ട് ഇറ്റ് എന്ന് പറയുക. അറിയില്ലാത്ത ക്വസ്റ്റ്യന് അറിയാം എന്ന് പറഞ്ഞ് തെറ്റായുള്ള ഉത്തരം പറയുന്നതിലും ഭേദം അതാണ്. അപ്പം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അറ്റൻഡ് ചെയ്യാൻ പോകുന്നവർക്ക് എല്ലാവർക്കും എൻ്റെ ആശംസകൾ നേരുന്നു. ഹലോ, ഹായ്. എൻ്റെ പേര് സാനി. ഞാനാണെങ്കിൽ മീനു ചേച്ചി പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്യാൻ പറഞ്ഞിരുന്നു. ഇൻ്റർവ്യൂവിന് പോയപ്പം ചോദിച്ച ചോദ്യങ്ങളും ഒക്കെ ഒന്ന് ജസ്റ്റ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ട്, ഞാൻ മീനു ചേച്ചിയുടെ ചാനലിൻ്റെ ഒരു നല്ല സബ്സ്ക്രൈബറാണ്. ചേച്ചിയുടെ ചാനലിൽ നിന്ന് ഒരുപാട് നല്ല ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടാറുണ്ട്. അതെല്ലാവരും കാണാനായിട്ട് ശ്രമിക്കുക. അപ്പം എൻ്റെ ഇൻ്റർവ്യൂ നടന്നത് ഏകദേശം 2019 നവംബർ സമയത്തായിരുന്നു. ആക്ച്വലി അത് എനിക്ക് ICU റിക്രൂട്ട്മെൻ്റ് ആയിരുന്നു. ഇപ്പോൾ ഞാൻ ICUയിലാണ് വർക്ക് ചെയ്യുന്നത്, അയർലൻഡിൽ. അപ്പോൾ എന്നോട് ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു ടിപ്സ് പറഞ്ഞു തന്നാൽ, നമ്മൾ ആ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് നമ്മൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നെർവസ് ആണെങ്കിലും നമ്മുടെ മുഖത്ത് അത് പ്രകടിപ്പിക്കാതിരിക്കുക. നമ്മൾ വേറെ ഒന്നുമില്ല, എപ്പോഴും കീപ് സ്മൈലിങ്. നമ്മൾ അവരുടെ ഫേസിലും നമ്മൾ അവരുടെ ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം അവരോട് എപ്പോഴും സംസാരിക്കാനായിട്ട്. അതിലാണ് നമ്മുടെ ആ ഒരു നമ്മൾ കോൺഫിഡൻസ് ആണോ എന്ന് അവർ തീരുമാനിക്കുന്നത്. പിന്നെ വന്നിട്ട് നമ്മൾ നല്ല ഒരു ഹാൻഡ് ഷേക്ക് കൊടുക്കുമ്പോൾ അത് നല്ല സ്ട്രോങ് ആയിരിക്കണം. പിന്നെ അവർക്ക് നമ്മൾക്ക് അറിയില്ലെങ്കിൽ ജെന്യൂനായിട്ട് ആ ചോദ്യത്തിന് ഉത്തരം അറിയില്ല എന്ന് പറയുക. അറിയാവുന്നത് അതിൻ്റെ ഒരു വെയിൽ പറഞ്ഞ് ഫലിപ്പിക്കാനും കൂടെ ഒരു കഴിവ് വേണം. ഇപ്പം ഫോർ എക്സാമ്പിൾ എന്നോട് ചോദിച്ച എല്ലാം എനിക്ക് ഓർമ്മയില്ല, എന്നാലും മെയിനായിട്ട് ചോദിച്ചതെന്ന് പറഞ്ഞാൽ ആസ് ആൻ ICU നഴ്സ് അതിൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അന്ന് എന്നോട് ചോദിച്ചത് ഡയാലിസിസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ചോദിച്ചു. ശരിക്കും എൻ്റെ പ്രീവിയസ് ഹോസ്പിറ്റലിൽ ഞാൻ ഡയാലിസിസ് ചെയ്തിട്ടില്ല. അവിടെ ഡയാലിസിസ് ടെക്നീഷ്യൻസ് ആയിരുന്നു എല്ലാം ചെയ്യുന്നത്. അപ്പം അതിൻ്റെ മെയിനായിട്ടുള്ള ആ ടെക്നിക്സ് ഓഫ് ഡയാലിസിസ് ഉണ്ടല്ലോ, ഓസ്മോസിസ്, ഡിഫ്യൂഷൻ, അതൊക്കെ ഒന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ആക്ച്വലി. അപ്പോൾ ഇവിടെ എല്ലാവരും പ്രിസ്മാഫ്ലെക്സ് എന്ന് പറയുന്ന ഒരു ഡിവൈസാണ് എൻ്റെ ICUയിൽ യൂസ് ചെയ്യുന്നത്. സോ അതിനെപ്പറ്റി അന്ന് എൻ്റെ ഒരു ഫ്രണ്ടിനോട് ചോദിച്ചപ്പം ആ ചേച്ചി സൗദിയിൽ നിന്ന് വന്നതുകൊണ്ട് ആ ചേച്ചി അതിനെപ്പറ്റി നല്ലതായിട്ട് ബ്രീഫ് ചെയ്തായിരുന്നു. ബട്ട് എനിവേ എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അവർ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോയി. പിന്നെ ചോദിച്ചതെന്ന് പറഞ്ഞാൽ എക്സ്റ്റുബേഷൻ, ഇൻറ്റുബേഷൻ, അതാണ് നെക്സ്റ്റ് ചോദിച്ചത്. വെന്റിലേറ്ററിൻ്റെ മോഡ്സ്, നമ്മളൊരു പേഷ്യൻറ്റിനെ എങ്ങനെ വീൻ ചെയ്യും എന്ന് ചോദിച്ചിരുന്നു. എക്സ്റ്റുബേഷൻ ചെയ്യുന്നതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ, എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് ചോദിച്ചു. ശരിക്കും അത് ഒത്തിരി വലുതായിട്ടൊന്നും പറയണ്ടെങ്കിലും നമ്മൾ പേഷ്യൻറ്റിനെ എക്സ്റ്റുബേഷൻ ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മൾ നോക്കണം ആ പേഷ്യൻറ്റിൻ്റെ GCS ഈസ് ആഡിക്വേറ്റ് ആണോ, പേഷ്യൻ്റ് ഈസ് എന്താ പറയുന്നത് ഫോളോയിങ് അവർ കമാൻഡ്സ് ചെയ്യുന്നുണ്ടോ, പിന്നെ പേഷ്യൻറ്റിൻ്റെ എന്താ പറയുക എല്ലാ സെഡേഷൻസും വീൻ ചെയ്തോ, പേഷ്യൻ്റ് ഇപ്പം ഏത് മോഡിലാണ്. നമ്മളെപ്പോഴും വീൻ ചെയ്യാൻ നേരത്ത് നമ്മൾ സാധാരണ ഇടുന്ന CPAP മോഡിലാണല്ലോ, അതെല്ലാവർക്കും അറിയായിരിക്കും. പിന്നെ നമ്മൾ പേഷ്യൻറ്റിനെ ഡോക്ടേഴ്സിനോടും ചോദിക്കുക, ആർ യു ഹാപ്പി വിത്ത് ദാറ്റ്, നമ്മളിത് എക്സ്റ്റുബേഷൻ പേഷ്യൻറ്റ് ചെയ്തോട്ടെ. അപ്പം ഡോക്ടറും നമ്മളെ അസിസ്റ്റ് ചെയ്തേക്കാം. പിന്നെ നമ്മളൊരു നേഴ്സിൻ്റെയും കൂടെ നമ്മളൊരു സഹായം ചോദിച്ചിട്ട് വേണം നമ്മളിത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അത് നിങ്ങൾക്ക് അറിയായിരിക്കും. നമ്മൾ പേഷ്യൻറ്റിനോട് ഒരു ഡീപ്പ് ബ്രെത്ത് എടുക്കാൻ പറയും. അതിന് മുന്നേ ഒന്ന് ഓറലിയും ET വഴിയും സക്ഷൻ ചെയ്യുക. അതിനുശേഷമാണ് നമ്മൾ പേഷ്യൻറ്റിന് ഡീപ്പ് ബ്രെത്ത് എടുക്കാൻ പറയുമ്പം മറ്റേ നേഴ്സിനോട് സക്ഷൻ ചെയ്തുകൊണ്ടിരിക്കെ തന്നെ നമ്മൾ പറയണം ബൾബ് ഡീഫ്ലേറ്റ് ചെയ്യാൻ പറയാം. ആ സമയത്ത് നമ്മൾ ആ ET ട്യൂബ് പെരിയെ നമ്മൾ പുറത്തേക്ക് എടുക്കുക. അങ്ങനെയാണ് നമ്മളൊരു പേഷ്യൻറ്റിനെ എക്സ്റ്റുബേഷൻ ചെയ്യുന്നത്. പിന്നെ അതേപോലെ പിന്നെ ചോദിച്ചെന്ന് തന്നെ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ എന്തൊക്കെയാണ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പോകുന്നത് ആസ് ആൻ ICU നഴ്സ് എന്നാണ് ചോദിച്ചത്. അത് നമുക്കറിയാം, പ്രോപ്പർ ഹാൻഡ് വാഷിങ്, പിന്നെന്താ പറയുക, നമ്മൾ പേഷ്യൻ്റ് എന്തെങ്കിലും ഒരു വൈറൽ മാർക്കേഴ്സ് VRE, MRSA, എനിത്തിങ് അത് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ പേഷ്യൻറ്റ് PPE ഇട്ട് വേണം പേഷ്യൻ്റ് അടുത്ത് ചെല്ലാൻ. ആ PPE
കാർഡ് ചെയ്യണം പ്രോപ്പർലി. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൻ്റെ ഇൻഫെക്ഷൻ പോളിസീസ് പ്രൊസീജിയേഴ്സ് ഇതെല്ലാം നമ്മൾ എന്താ പറയുക ഫോളോ ചെയ്യണം. ഇതൊക്കെയായിരുന്നു. പിന്നെ അതൊക്കെയാണ് ഇപ്പം എനിക്ക് ഓർമ്മയിൽ വരുന്നത്. പിന്നെ ചോദിച്ചത് പേഷ്യൻ്റ്, അതായത് നമ്മുടെ ഡ്യൂട്ടിയുടെ സമയത്ത് എന്തെങ്കിലും ഒരു സ്റ്റാഫ് കോൺഫ്ലിക്റ്റ് ഉണ്ടായാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചായിരുന്നു. അപ്പം ആക്ച്വലി നമുക്ക് ഇപ്പോൾ ഒരു ഫ്രണ്ടുമായിട്ട് നമ്മളൊരു കൊളീഗുമായിട്ട് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായാൽ നമ്മൾ ആദ്യമേ ജസ്റ്റ് അവരോടൊന്ന് പറഞ്ഞ് നമ്മുടെ ഭാഗത്താണോ ശരി അവരുടെ ഭാഗത്താണോ ശരി എന്നല്ല, എന്നാലും നമ്മൾ ആദ്യമേ പരസ്പരം ഒന്ന് സംസാരിക്കും. എന്നിട്ട് അത് കൂടുതലായിട്ട് വേഴ്സ് ആവുകയാണ് ആ സിറ്റുവേഷനെങ്കിൽ നമ്മൾ നമ്മുടെ CNMനോട് പറയുക, ക്ലിനിക്കൽ നഴ്സ് മാനേജർ. പിന്നെ അവർ തമ്മിലുള്ള ഹൈറാർക്കിയിൽ അത് അവിടെ വെച്ച് ആ പ്രശ്നം റിസോൾവ് ആയെങ്കിൽ ദാറ്റ്സ് വെരി ഫൈൻ, അല്ലെങ്കിൽ അതങ്ങനെ. അപ്പം അങ്ങനെ 2-3 ചോദ്യങ്ങളാണ് എൻ്റെ ഓർമ്മയിൽ ഇപ്പം വരുന്നത്. അപ്പം എപ്പോഴും ഞാൻ പറയുന്നത് ആസ് പെർ അവർ ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻസ് പോകുന്നത്. ഇപ്പോൾ OT ആണെങ്കിൽ OT, ICU ആണെങ്കിൽ ICU, കാർഡിയാക് ICU ആണെങ്കിൽ അതനുസരിച്ച്. അപ്പം അതിനായിട്ട് ബേസിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ട് വന്നാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റും. അവരും നേഴ്സ് നമ്മളും നേഴ്സ്, നമുക്ക് എന്തെങ്കിലുമൊക്കെ അവർ ആൻസറബിൾ ആയിരിക്കണം. പക്ഷെ നമ്മൾ പറയുന്നത് ജെന്യൂൻ ആയിരിക്കണം. അറിയാത്ത ഇപ്പോൾ ഡയാലിസിസ് അറിയാമോ എന്ന് ചോദിച്ച് ഞാൻ അറിയാമെന്ന് പറഞ്ഞാൽ അവർ നെക്സ്റ്റ് ചോദിക്കാൻ പോകുന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ ഞാൻ റെഡി ആയിരിക്കണം. അപ്പം അറിയത്തില്ലെങ്കിൽ അറിയത്തില്ല എന്ന് പറയുക, അറിയാവുന്നത് നന്നായിട്ട് പറയാനും ശ്രമിക്കുക. സോ ഓൾ ദി ബെസ്റ്റ് എവരി വൺ. ആൻഡ് അനുചേച്ചിക്കും ചാനൽസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു ചാനലാണ്. ഓക്കെ, താങ്ക് യു, ബൈ. ഹായ്, എൻ്റെ പേര് ടീന. ഞാനിവിടെ സെൻറ്റ് ജെയിംസസ് ഹോസ്പിറ്റലിൽ സ്റ്റാഫ് നഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഞാനൊരു 1 ഇയർ കഴിഞ്ഞു ഇവിടെ വന്നിട്ട്. സെയിം സ്കൈപ്പ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് തന്നെയാണ് ഇവിടെ വന്നത്. സ്കൈപ്പ് ഇൻ്റർവ്യൂ ചെയ്തത് ഒരു വാർഡിലെ ഇൻചാർജും പിന്നെ ഐ തിങ്ക് അഡോണാന്ന് തോന്നുന്നു. സ്കൈപ്പ് ഇൻ്റർവ്യൂ സെയിം ആസ് ലൈക്ക് ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. നമ്മുടെ എക്സ്പീരിയൻസിനെ പറ്റി ചോദിക്കും, നമ്മൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്തത് എന്നതിനെ പറ്റിയൊക്കെ ഒരു ബ്രീഫായിട്ട് നമ്മൾ പറയണം, ഇൻട്രൊഡക്ഷൻ പറയണം. അത് കഴിഞ്ഞിട്ട് അവർ ഓരോ സെനാരിയോ തരും. നമ്മൾ ആ സെനാരിയോയിൽ എങ്ങനെ നമ്മൾ റെസ്പോണ്ട് ചെയ്യും എന്നാണ് അവർ കൂടുതലും നോക്കുന്നത്. ഞാൻ അധികം ഓർക്കുന്നില്ല, ബട്ട് എന്നോട് ചോദിച്ച ചോദ്യങ്ങളിൽ ഒന്ന് ചോദിച്ചാണ്. ഇപ്പോൾ ഇൻ കേസ് മെഡിക്കേഷനിൽ എങ്ങനെയൊക്കെയാണ്, നമ്മൾ എന്തൊക്കെ നോക്കും, അതൊക്കെ ചോദിച്ചതാണ്. പിന്നെ എന്തെങ്കിലും ഒരു ഡ്രഗ് എറർ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യും, ആരെ ഇൻഫോം ചെയ്യും, എന്താണ് ഫസ്റ്റ് നോക്കുന്നത് എന്നൊക്കെ ചോദിച്ചു. അതിനുശേഷം അവർ ചോദിച്ച വേറൊരു ചോദ്യമാണ് സ്കോപ്പ് ഓഫ് പ്രാക്ടീസ് എന്നുള്ളത്. അതൊരു മെയിൻ തിങ് ആണ്. അവർ ചോദിക്കുന്ന ചോദ്യത്തിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. സ്കോപ്പ് ഓഫ് പ്രാക്ടീസ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്, നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട് ആസ് എ സ്റ്റാഫ് നഴ്സ്. സോ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ? ഇപ്പോൾ ഇൻ കേസ് നമ്മുടെ സ്കോപ്പ് ഓഫ് പ്രാക്ടീസിന് വെളിയിലേക്ക്, അതായത് സ്കോപ്പ് ഓഫ് പ്രാക്ടീസിന് അതിൻ്റെ ലിമിറ്റ് വിട്ട് എന്തെങ്കിലും ഒരാൾ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അതിനെ റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ വേറൊരു ചോദ്യമായിരുന്നു, ഇപ്പോൾ നമ്മൾ ഡ്യൂട്ടിക്ക് ചെല്ലുമ്പോൾ ഷോർട്ടേജ് ആണ് സ്റ്റാഫ് നഴ്സിൻ്റെ, അപ്പോൾ നമ്മുടെ ജോബിനെ നമ്മൾ എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യും എന്നുള്ളത് അവർ ചോദിച്ചൊരു ചോദ്യമാണ്. കാരണം പ്രയോറിറ്റൈസേഷൻ ദാറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് തിങ്. നമ്മുടെ ജോലി കന്നാലും മാത്രമേ നമുക്ക് ജോലി പ്രയോറിറ്റൈസ് ചെയ്താൽ മാത്രമേ നമ്മുടെ ജോലി എളുപ്പം നമുക്ക് ചെയ്യാനും പറ്റത്തുള്ളൂ. വേറൊരു ചോദ്യം ചോദിച്ചതിൽ നമ്മുടെ ഡ്യൂട്ടിയുടെ ഇടയിൽ വാർഡിലും ആണെങ്കിൽ അവരിവിടെ സ്റ്റുഡൻസിനെ നമുക്ക് അലൊക്കേറ്റ് ചെയ്യും. ഒരു സീനിയറൊക്കെ ആയി കഴിയുമ്പോൾ സ്റ്റുഡൻസിനെ കൂടെ നമ്മുടെ കൂടെ അലൊക്കേറ്റ് ചെയ്യും. അപ്പോൾ നമ്മളാണ് സ്റ്റുഡൻസിനെ ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ആക്ച്വലി നമ്മൾ അവരുടെ പെർഫോമൻസ് അനുസരിച്ച് നമുക്ക് കമൻസ് കൊടുക്കണം എല്ലാ ദിവസവും നമ്മുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് സ്റ്റുഡൻസിന് ഓറിയൻറ്റേഷൻ കൊടുക്കുന്നത്? ഇപ്പോൾ പുതിയതായിട്ടൊരു സ്റ്റുഡൻറ്റ് നമ്മുടെ വാർഡിൽ വരികയാണെങ്കിൽ, ഞാൻ സർജിക്കൽ വാർഡിലാണ് വർക്ക് ചെയ്യുന്നത്. സോ വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് സ്റ്റുഡൻസിന് ഫസ്റ്റ് എന്ത് ചെയ്യും, നമ്മൾ ഓറിയൻറ്റേഷൻ കൊടുക്കും, അവർക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. നിങ്ങൾ എങ്ങനെ കമൻറ്റ് ചെയ്യും, നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്? കാരണം ഒരു രജിസ്റ്റേർഡ് നഴ്സ് ആയിക്കഴിഞ്ഞാൽ, ഒരു സീനിയർ ആയിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റുഡൻസിനെ പാസ്സാക്കാനും ഫെയിലാക്കാനും അവരുടെ പെർഫോമൻസിനനുസരിച്ച് പാസ്സാക്കാനും ഫെയിൽ ചെയ്യാനും ഉള്ള പെർമിഷനുണ്ട്. ഇവിടെ അങ്ങനെയാണ്. സോ എങ്ങനെയായിരിക്കും? പക്ഷേ എനിക്കതങ്ങനെ അറിയില്ല. അത് കാരണം നമ്മളങ്ങനെ ഇന്ത്യയിലാണെങ്കിലും നമ്മളങ്ങനെ ചെയ്തിട്ടില്ല. നമ്മളങ്ങനെ പാസ്സാക്കുന്ന ഫെയിലാക്കുക നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് കമൻറ്റ്സ്. പക്ഷേ ഇവിടെ നമുക്കങ്ങനെ ചെയ്യാം. ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാം, അത് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അങ്ങനെ അവർ ചോദ്യം ചോദിച്ചാണ്. പിന്നെ CPR ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് തിങ്. അവർ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇൻ്റർവ്യൂസിൽ. സോ അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. അവരെങ്ങനെയാണ് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്തൊക്കെയാണ് ഫസ്റ്റ് ചെയ്യുന്നത് എന്നെല്ലാം. അതൊക്കെയായിരുന്നു എൻ്റെ സ്കൈപ്പ് ഇൻ്റർവ്യൂവിൽ.
ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇതിൽ കൂടുതൽ ഞാൻ എന്താണ് പറയാനുള്ളത്? ഏറ്റവും നന്നായിട്ടാണ് ഇവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിരിക്കുന്നത്. വളരെ നന്നായിട്ട്, വളരെ ആത്മാർത്ഥതയോട് കൂടിയിട്ടാണ് ഇവർ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാതെ നിങ്ങൾ പോവരുത്. നിങ്ങളുടെ എല്ലാ സജഷൻസും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുകയും വേണം. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കല്ലേ. ഓൾ എന്നുള്ള ഓപ്ഷനിൽ തന്നെ പ്രസ് ചെയ്യണം. എന്നാലാണ് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റായിട്ട് നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ. ഇതുപോലെ ഈ കൂട്ടുകാരുടെ പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻ്റർവ്യൂ എക്സ്പീരിയൻസ് ഞാനായിട്ട് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ഇമെയിൽ ഐ ഡിയിലോട്ട് നിങ്ങൾ ഇതുപോലൊരു വീഡിയോ ചെയ്ത് അയച്ചു തരികയാണെങ്കിൽ ഞാൻ എല്ലാവർക്കായിട്ടും പബ്ലിഷ് ചെയ്യാം. ഓക്കെ, സീ യു സൂൺ വിത്ത് അനദർ വീഡിയോ. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.